പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൺമണിയുമായുള്ള വിവാഹത്തിന്റെ കാര്യങ്ങൾ ഏറെക്കുറെ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ക്രിഷ്. ഇതേ തുടർന്ന് കൺമണി വീട്ടിലുള്ള എല്ലാവരോടും കാര്യങ്ങൾ പറയാൻ തയ്യാറാകുന്നു. മനോജിന്റെ അടുത്തേക്ക് ചെല്ലുന്ന കൺമണി, മനോജേട്ടാ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ വ്യക്തമാക്കാനുണ്ട്. എന്താ കൺമണി, നിനക്ക് എന്താണ് പറയാനുള്ളത്? ഞാൻ ഇതുവരെ മനോജേട്ടനോട് ഒരു കാര്യം പറയണം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ അതിന് നല്ലൊരു അവസരം ലഭിച്ചില്ല എന്നതാണ് സത്യം. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നതിന് വളരെയധികം സമയമെടുത്തത്. പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിക്കണം എന്ന് ഞാൻ വിചാരിച്ചതല്ല. എന്തായാലും സത്യങ്ങൾ ചേട്ടനോട് മറച്ചു വയ്ക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഞാൻ കാര്യങ്ങൾ പറയാം. എന്താ കൺമണി ഇങ്ങനെ വളച്ചു കെട്ടുന്നേ? വളച്ചു കെട്ടാതെ കാര്യങ്ങൾ പറഞ്ഞോളൂ. എനിക്ക് നിന്നെ അറിയാമല്ലോ. ഏട്ടാ, വരുണുമായുള്ള വിവാഹം, ആ ആ കാര്യം ഞാനും അറിഞ്ഞു. എന്താ, അതിന് എന്തു പറ്റി? ആ വിവാഹത്തിന് എനിക്ക് താല്പര്യമില്ല ചേട്ടാ. അതോ? ഉം, എനിക്കും അറിയാം വരുണിനെ നിനക്ക് ഇഷ്ടമല്ല എന്നുള്ള കാര്യം. പക്ഷേ ഞാൻ എന്താണ് ഈ കാര്യത്തിൽ ചെയ്യേണ്ടത് എന്നറിയാതെയാണ് നിൽക്കുന്നത്. നിനക്ക് അറിയാമല്ലോ, വരുണിന്റെ വീട്ടുകാരുടെ കയ്യിൽ നിന്ന് നമ്മൾ പൈസ വാങ്ങിയിട്ടുണ്ട്. മാത്രമല്ല വീടിന്റെ ആധാരവും. ആ കാര്യങ്ങളാണ് എന്നെ ഇപ്പോൾ എന്തു ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിൽ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്. ചേട്ടാ, എനിക്ക് കാര്യങ്ങൾ മനസ്സിലാകും. പക്ഷേ മറ്റൊരു കാര്യം കൂടി ചേട്ടനോട് തുറന്നു പറയണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല. ആ, നീ പറഞ്ഞു കൺമണി, എന്താണ് പ്രശ്നം? എനിക്ക് ക്രിഷ് സാറിനെ ഇഷ്ടമാണ്. ക്രിഷ് സാറിന് എന്നെയും. ഞാൻ ക്രിഷ് സാറിനെ വിവാഹം കഴിക്കാനാണ് ആഗ്രഹിക്കുന്നത്. എന്ത്? ക്രിഷ് സാറിനെയോ? മോളെ, അവരൊക്കെ നമ്മളെക്കാൾ വളരെ ഉയരത്തിലുള്ളവരാണ്. അങ്ങനെയുള്ളവരുമായൊരു ബന്ധം, നീ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്കറിയാം നിന്റെ സ്വപ്നങ്ങളെ കുറിച്ചെല്ലാം. പക്ഷേ അവരുമായുള്ളൊരു ബന്ധം നമുക്ക് പറ്റുമോ? എനിക്കറിയില്ല. അതാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത്. എത്രത്തോളം ഈ കാര്യം മുന്നോട്ട് പോകുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ സാധിക്കില്ല. ഏട്ടന്മാർ നിന്നെ നിരാശപ്പെടുത്തുകയല്ല കേട്ടു. അല്ല ചേട്ടാ, ക്രിഡ് സാർ എൻ്റെ കഴുത്തിൽ താലി കെട്ടി കഴിഞ്ഞു. എന്ത്? താലിയോ? അതെ, ഇതാ കണ്ടില്ലേ ചേട്ടാ, ഇത് ക്രിഡ് സാർ എൻ്റെ കഴുത്തിൽ കെട്ടിയ താലിയാണ്. ആ താലിയുടെ ഉറപ്പിലാണ് ഞാനിപ്പോൾ കാര്യങ്ങൾ സംസാരിക്കുന്നത്. എന്തായാലും ഇനി ഒരു തിരിച്ചുപോക്ക് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ക്രിഷ് സാർ വീട്ടിൽ കാര്യങ്ങൾ തുറന്നു പറയാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. ക്രിഷ് സാറിൻ്റെ കൂടെ ജീവിക്കണം, അതുതന്നെയാണ് എൻ്റെ ആഗ്രഹം. ക്രിഷ് സാർ ഉടൻ തന്നെ കാര്യങ്ങൾ വീട്ടിൽ തുറന്നു പറയും. ബാക്കി കാര്യങ്ങൾ അതുവഴി മുന്നിലേക്ക് കൊണ്ടുപോകാനാണ് ഇപ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ആണോ? ചേട്ടന് ഈ കാര്യത്തിൽ എതിർപ്പൊന്നുമില്ല. നീ നല്ല നിലയിൽ എത്തണം എന്ന് മാത്രമേ ഏട്ടൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഏട്ടന് എപ്പോഴും നിന്നോട് സ്നേഹം പ്രകടിപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. അതിനർത്ഥം എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്നല്ല മോളെ. ഞാൻ ഈ വിവാഹത്തിന് ഒരിക്കലും എതിര് നിൽക്കുകയില്ല. പക്ഷേ എനിക്കറിയില്ല ഇതിൻ്റെ പോക്ക് എങ്ങോട്ടാണ് എന്ന്. ഞാൻ എന്തായാലും എന്തിനും ഏതിനും നിന്റെ കൂടെയുണ്ടാകും. ആ ഒരു വാഗ്ദാനം എനിക്ക് നൽകാൻ സാധിക്കും. അച്ഛനോട് ഈ കാര്യങ്ങൾ പറഞ്ഞോ നീ? അച്ഛനോട് ഞാൻ ക്രിഷ് സാറിൻ്റെ കാര്യം ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ഇനി ക്രിഷ് സാർ വീട്ടിൽ നിന്ന് അച്ഛനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് ഇവിടേക്ക് വരും ബാക്കി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ. മാത്രവുമല്ല,
എനിക്ക് വരുണുമായുള്ള ബന്ധം ഒഴിവാക്കി തരണം. ചേട്ടൻ വരുണിനോട് ഒന്ന് സംസാരിക്കണം. ശരി കൺമണി, ഞാൻ എന്തായാലും ആ കാര്യം സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്തിക്കാം. നിനക്ക് വരുണിന്റെ ഭാഗത്ത് നിന്ന് ഇനി ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. ഇത് ചേട്ടൻ തരുന്ന വാക്കാണ്. ഇതോടെ കൺമണിക്ക് സന്തോഷമാവുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.